അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. ഉൽപ്പത്തി 16-ാം അധ്യായം 13-ാം തിരുവചനം. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദ ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് എന്ന നമ്മുടെ സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം ഹാഗാർ ദൈവത്തെ വിളിക്കുന്നതാണ്. ഇങ്ങനെയാണ്: എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. ആമേൻ. സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രഹാത്തെ ദൈവം വിളിക്കുകയാണ്. മെസൊപ്പൊട്ടോമിയയിലായിരിക്കുന്ന അബ്രഹാത്തെ ദൈവം വിളിച്ചത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കി മാറ്റും, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരിക. അബ്രഹാം ദൈവത്തിൻ്റെ വാക്കും കേട്ട് പോവുകയാണ്. എന്നാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടും കുഞ്ഞിനെ കിട്ടാതിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്ന സാറായി അദ്ദേഹത്തോട് പറയുന്നത് എങ്ങനെയാണ്: അങ്ങ് അപ്പനാകുമെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ ദാസിയാകുന്ന ഹാഗാറിനെ ഞാൻ അങ്ങേക്ക് തരാം, അങ്ങ് അവളെ പ്രാപിച്ച് അവളിൽ എനിക്കൊരു പുത്രനെ തരിക എന്ന് പറയുന്നു. ഹാഗാറിനെ അബ്രഹാം പ്രാപിക്കുകയും ഹാഗാർ ഗർഭവതിയാവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഹാഗാറിന് തൻ്റെ യജമാനത്തിയോടുള്ള മനോഭാവം മാറുന്നു. യജമാനത്തിയാകുന്ന സാറായിക്ക് ഹാഗാറിനോടുള്ള മനോഭാവം മാറുന്നു. ഇവർ തമ്മിൽ ചെറിയൊരു മാത്സര്യം ഉടലെടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം അറിയാം. പക്ഷെ ഇതിന് പിന്നിൽ വേറൊരു വലിയ ആത്മീക സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദാനങ്ങളിൽ ദൈവം 100% വിശ്വസ്തനായിരിക്കും. ദൈവത്തിൻ്റെ പ്രോമിസ് ഫുൾഫില്ല് ചെയ്യാനായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു പരിശ്രമം കൂടെ അതിനകത്ത് വേണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവഹിതത്തിന് വിരുദ്ധമായ പലതും സംഭവിക്കും. ദൈവം ആഗ്രഹിക്കാത്തത് പലതും സംഭവിക്കും. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. കർത്താവിൻ്റെ പദ്ധതിയുടെ ഫുൾഫില്ലിങ്ങിനായിട്ട് അബ്രഹാം ഒരു എഫേർട്ട് ഇടുകയാണ്. ആ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഹാഗാറിൽ അബ്രഹാത്തിന് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഇസ്മായേൽ. സത്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യകുലം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ കാരണം പോലും അവിടെ നിന്ന് തുടങ്ങുകയാണ്. അത് 100% അതല്ല എങ്കിലും പക്ഷേ അതൊരു കാരണമായി തീരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഒരു പ്രത്യേക മതവിഭാഗം അബ്രഹാത്തിൻ്റെ സന്തതികളാണെന്ന് പറഞ്ഞ്, ഇസ്മായേലിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ലോകത്തെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ അവർ കാണിച്ചു കൂട്ടുന്ന പല തിന്മകളും നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ അവർ ഇസ്മായേലിൻ്റെ വംശപരമ്പരയിൽ നിന്നുള്ളവരല്ലെങ്കിൽ പോലും ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് അബ്രഹാം അന്ന് ചെയ്ത ആ ഒരു ചെറിയ സ്വന്തം എഫേർട്ടാവുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാഠമായിരിക്കണം ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് ഒരു വാഗ്ദാനം പറഞ്ഞാൽ ആ വാഗ്ദാനത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിനാണ്. കർത്താവ് അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിനകത്ത് നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടാതിരിക്കുന്നതാണ് ദൈവപ്രവർത്തി വെളിപ്പെടുന്നതിന് ഏറ്റവും മനോഹരമായ മാർഗമെന്നതും. രണ്ടാമത്തത്, തൽഫലമായി ഉണ്ടാകുന്ന ചില തിന്മകൾ ഒഴിവാക്കാനായിട്ട് ഇതൊരു വലിയ കാരണമായി തീരും. ഹല്ലേലൂയ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോകാം. ഹാഗാറിനെ എന്തായാലും സാറായിയുടെ നിർബന്ധപ്രകാരം അബ്രഹാം ഇറക്കി വിടുകയാണ്. ഒരു തുകൽ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൊടുത്ത് അവളെ പറഞ്ഞേക്കുകയാണ്. അവളും അവളുടെ കുഞ്ഞും മരുഭൂമിയിൽ പോകുന്നു. കുഞ്ഞിന് വെള്ളം തീർന്ന അവസ്ഥയാകുന്നു. കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യാതെ അവൾ വിഷമിച്ച് ഭാരത്തോടെ അവൾ മാറിയിരിക്കുന്ന സമയത്ത് ഒരു എൻകൗണ്ടർ അവൾക്ക് ഉണ്ടാവുകയാണ്. സ്വർഗം അവൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സമയമാണത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് കർത്താവിൻ്റെ ദൂതൻ ഹാഗാറിൻ്റെ അടുത്തേക്ക് വരികയും അവളുമായി ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. കർത്താവിൻ്റെ ദൂതൻ ഹാഗാറിനോട് ചില ദൈവിക വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. അവനിൽ നിന്നും ഞാൻ വലിയ ജനതകളെ പുറപ്പെടുവിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ദൈവിക എൻകൗണ്ടർ കഴിഞ്ഞ് ദൈവദൂതൻ അപ്രത്യക്ഷനായി കഴിയുമ്പോൾ അവളൊരു കാഴ്ച കാണുകയാണ്. അവൾ കരഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ
അല്പം അകലെയായിട്ട് മാറിയിട്ട്, ഒത്തിരി ദൂരെയല്ല, അല്പം അകലെയായിട്ട് മാറിയിട്ട് ഒരു നീരുറവ കാണുന്നുണ്ട്. അവൾ അവിടെ നിന്ന് ജലം എടുക്കുന്നു, അവളും അവളുടെ കുഞ്ഞും കുടിക്കുന്നു. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇങ്ങനെയാണ്, സത്യത്തിൽ ആ നീരുറവ അവിടെ ആദ്യമേ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് കാണാൻ തക്ക രീതിയിൽ അവളുടെ കണ്ണുകൾ തുറന്നിരുന്നില്ല. പക്ഷേ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, എൽറോയ് എന്ന ദൈവത്തിൻ്റെ സ്വഭാവം അവളുടെ മുമ്പിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മറഞ്ഞിരുന്നത്, അവളുടെ കണ്ണുകൾക്ക് അപ്രാപ്യമായിരുന്നത്, ഒരു എൽറോയുടെ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ മുൻപിൽ അതൊന്ന് റിവീൽ ചെയ്ത് വരികയാണ്. ആ ഒരു തിരശ്ശീല മാറി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദർശനത്തിൻ്റെ ദൈവമാകുന്ന എൽറോയ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നിൻ്റെ മുമ്പിൽ ദുഷ്ടൻ മറച്ചു വെച്ച എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മറനീക്കി പുറത്തു വരാൻ തുടങ്ങും. കാരണം നിൻ്റെ ദൈവം എന്ന് പറയുന്നത് നിനക്ക് ആവശ്യമായിരിക്കുന്ന സകലതും നിൻ്റെ കൺമുൻപിൽ കാണിച്ചു തരുന്ന കർത്താവാണ്, ദർശനത്തിൻ്റെ ദൈവമാണ്. ഈ എൽറോയ് എന്ന വചനത്തിന് ഒരു പുതിയ ഡെഫിനേഷൻ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയൊരു, കൂടാരത്തിനകത്തിരിക്കുന്ന അബ്രഹാത്തിന് ആകപ്പാടെ കാണുന്നത് വന്ധ്യയായ ഭാര്യ മാത്രമാണ്. അപ്പോൾ പ്രത്യാശ ഇല്ല, നിരാശപ്പെടാനുള്ള കാരണം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ദിവസം രാത്രി ദൈവം അബ്രഹാത്തോട് പറയും, ഒന്ന് ഇറങ്ങി പുറത്തോട്ട് വാ. പുറത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് പറയും, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളൊന്ന് എണ്ണാൻ പറ്റുമോ? അബ്രഹാം പറയും, ഇല്ല. ഭൂമിയിലെ മണലത്തിൽ പറ്റുമോ? ഇല്ല. ഇതുപോലെ ഞാൻ നിന്റെ തലമുറകളെ വളർത്താൻ പോവാം. ഇത് അബ്രഹാത്തിൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് ഒരു ദർശനം കാണിച്ചു കൊടുത്തിട്ട്, അതായത് ദൈവം നൽകാൻ പോകുന്ന നന്മയെ, എത്തരത്തിലുള്ള നന്മയാണ് നൽകാൻ പോകുന്നതെന്ന് മുന്നമേ അബ്രഹാത്തിൻ്റെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്ത് അതിനകത്ത് നിന്നൊരു ആഗ്രഹത്തെ ദൈവം ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ടാണ് ഇത് ദൈവം അബ്രഹാത്തിൻ്റെ കയ്യിലേക്ക് അനുഗ്രഹത്തെ വെച്ച് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൽറോയ് എന്ന ദൈവത്തിന് ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നിനക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന സകല നന്മകളും നിനക്ക് കാണിച്ചു തരും. ആദ്യം നിൻ്റെ പ്രാർത്ഥന മുറിയിലാകാം, അതല്ലെങ്കിൽ ചുമ്മാതിരിക്കുന്ന സമയത്താകാം, അതല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന സമയത്താകാം. പക്ഷേ ഏത് സാഹചര്യത്തിലായാലും ദൈവം നിനക്ക് കാണിച്ചു തരും. കാണിച്ചു തന്ന് നിൻ്റെ ഉള്ളിൽ ആഗ്രഹത്തെ നിറയ്ക്കും. എന്നിട്ട് അത് നിൻ്റെ കയ്യിലേക്ക് വെച്ച് തരും. ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. എൽറോയ്, ദർശനത്തിൻ്റെ ദൈവം. ദൈവം നൽകുവാൻ പോകുന്ന നന്മകളെ കാണിച്ച് തന്നിട്ട് അത് നിൻ്റെ കയ്യിലേക്ക് വെച്ച് തരും. അതൊന്ന്. രണ്ടാമത്തേത്, ദുഷ്ടൻ അടച്ചു വെച്ച വഴികളെ ഏതാണ് എന്ന് മനസ്സിലാക്കി വിവേചിക്കാൻ തക്ക രീതിയിൽ അവൻ നിനക്ക് മുമ്പിൽ ദുഷ്ടൻ അടച്ച വഴികളെ തുറന്ന് കാണിച്ചു തരും. നിൻ്റെ നന്മകളെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ കർത്താവ് നിൻ്റെ കണ്ണുകളെ തുറക്കാൻ തുടങ്ങും. ഈ എൽറോയ് എന്ന ദൈവത്തിൻ്റെ വെളിപാടിലേക്ക്, ഈ ദർശനത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിലേക്ക് നിങ്ങൾ ഇറങ്ങുവാനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ കാണുവാനായി, ആ കാണുന്ന നന്മകളെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ ഈ എൽറോയ് എന്ന ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവുള്ള വ്യക്തിബന്ധത്തിലായിരിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേലിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ സുവിശേഷ വേലയിൽ നമുക്കും ഭാഗവാക്കുകളാകാം. അതിലൂടെ ലഭിക്കുന്ന നന്മയ്ക്ക് നമുക്ക് പാത്രമായി തീരാം. സുവിശേഷ വേല ചെയ്യുന്നതിലൂടെ ഉള്ള അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.